എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് എങ്ങനെയാണ് വിജയിക്കുക? നല്ലൊരു കഥ ഉണ്ടാവണം, നല്ലൊരു തിരക്കഥ ഉണ്ടാവണം, നന്നായിട്ട് അഭിനയിക്കണം അഭിനേതാക്കളെല്ലാം. അതുകൂടാതെ നല്ലൊരു ക്ലൈമാക്സും അതിന് ഉണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ അതിന് ഇടയിൽ വരുന്ന സംഭാഷണങ്ങൾ നമ്മളെ പിടിച്ചിരുത്തുന്നതായിരിക്കണം. അല്ലെങ്കിൽ നല്ലൊരു കഥ ഉണ്ടായി, സംഭാഷണങ്ങൾക്കൊക്കെ ഒരു ചടുലതയില്ല, അല്ലെങ്കിൽ ഒരു കൃത്രിമത്തുള്ള സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ സിനിമ അങ്ങനെ വിജയിക്കാൻ സാധ്യതയില്ല. അതുകൂടാതെ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒത്തു വന്നിട്ട് അത് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സിനിമ ഒരു സാമ്പത്തിക വിജയം നേടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സിനിമയിൽ ഇതുപോലെ വീഡിയോ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ ഇനി ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണ് ഒരു സിനിമ പരാജയപ്പെട്ടത്, അത് കുറച്ചും കൂടിയും അതിൻ്റെ ക്ലൈമാക്സും മറ്റുള്ള കാര്യങ്ങളും ഒന്ന് മാറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വിജയിച്ചേനെ. അപ്പോൾ എന്നിലുള്ള ഒരു പ്രേക്ഷകന് തോന്നിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വടക്കൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടിട്ട് ഈ സിനിമ വടക്കൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരും ഈ വീഡിയോ കാണേണ്ടതായിട്ടില്ല. ഈ സിനിമ കണ്ടു ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ കാണാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലൈമാക്സ് നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകർ കൂടുതൽ പേർക്ക് ഏത് തരം ക്ലൈമാക്സ് ഇട്ടാലാണ് അത് കൂടുതൽ പേരിലേക്ക് ഇഷ്ടപ്പെടുക എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ആദ്യത്തേത് നമ്മൾ എടുക്കുന്നത് വടക്കൻ എന്ന മൂവിയാണ്. ഈ വടക്കൻ എന്ന് പറയുന്ന മൂവി 3 കോടി, ഈ വടക്കൻ എന്ന് പറയുന്ന ഈ സിനിമ 3,65 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്, നിർമ്മാണ കോസ്റ്റ്. നമുക്ക് വിവിധ ഡാറ്റകളിൽ നിന്ന് വെച്ച് കിട്ടിയ അറിവാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ. അതിൽ നിന്ന് ഏകദേശം 1 കോടി രൂപ പോലും ഈ സിനിമ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. തിയേറ്ററിൽ ഈ സിനിമ പരാജയമായിരുന്നു. അപ്പോൾ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട കാരണങ്ങൾ. 1 മണിക്കൂറും 50 മിനിറ്റാണ് ഈ സിനിമയുടെ ഒരു ദൈർഘ്യം. ഈ സിനിമയുടെ കഥ സജീദ് എ ആണ്, സംവിധായകനും പുള്ളി തന്നെയാണ്. പക്ഷെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് ഉണ്ണിയാറാണ്. ശ്രുതി മേനോനും കിഷോറുമാണ് ഇതിലെ നായകന്മാർ. ഒരു പാരാസൈക്കോളജിയിൽ അതിനെ ബേസ് വെച്ചിട്ടാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ ശ്രുതി മേനോൻ ബെഡിൽ നിന്ന് എണീറ്റിട്ട് പുകവലിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം കിഷോർ ഒരു വിദേശത്ത് ഒരു സർവകലാശാലയിൽ കുട്ടികൾക്ക് പാരാസൈക്കോളജിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു എല്ലാം ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഒരു മലയാളം പോലും എഴുതി കാണിക്കുന്നതായിട്ട് കാണുന്നില്ല, എഴുതി കാണിക്കുന്നില്ല. പക്ഷെ ചില എക്യുപ്മെന്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് അതിൽ. അതായത് ഒരു അദൃശ്യ ശക്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത്. അപ്പോൾ ചില സ്റ്റുഡൻസ് എല്ലാം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ചില അനുഭവങ്ങളൊക്കെ ആ സമയത്ത് പറയുന്നുണ്ട്. പാരാസൈക്കോളജിനെ കുറിച്ചിട്ടൊക്കെ ചില വീഡിയോസും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ EMF മീറ്റർ ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ EV മീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ വോയിസ് ഫിനോമിനൻ, ഒരു അദൃശക്തി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരാസൈക്കോളജി എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വോയിസ് ഫിനോമിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. Of exorcism. Yes, the school self-styled satanic high priestess. She called herself a witch. Ghost. Amen. Most glorious prince of the heavenly armies. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഒരു പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് ഈ കിഷോറിനോട് പറയുകയാണ്. അപ്പോൾ കേരളത്തിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് ആ ഫോൺ കോൾ വന്നിട്ടുള്ളത്. അതിനുശേഷം കേരളത്തിലേക്ക് വരികയാണ്. ശ്രുതി മേനോന്റെ അവിടെയാണ് ഇവർ താമസിക്കുന്നത്. ഇതിൽ സംഭവം എന്താ വെച്ചാൽ ഒരു 6 പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ദ്വീപിൽ. അത് നമ്മുടെ ബിഗ് ബോസ് പോലെ ഒരു സംഗതി, അതായത് ഹണ്ടിങ്, ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ അവരെ കൊണ്ടു നിർത്തിയിട്ട് അവർക്ക് ചില ആക്ടിവിറ്റീസ് കൊടുക്കുകയാണ്. അത് ഭീതിജനകമായ. അപ്പൊ അതിൽ ആര് വിജയിക്കുന്നു അവർക്കാണ് 1 കോടി രൂപ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് നന്നായിട്ടുണ്ട്. കുറച്ച് ഭീതിജനകമായ കാര്യങ്ങളാണ്. അത് CCTV ക്യാമറയിലുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മരണശേഷം CCTV വിഷ്വൽസ് ആണ് നമുക്ക് കാണിക്കുന്നത്. അതായത് ഇദ്ദേഹം കിഷോർ അവരുടെ പോലീസ് കൊടുത്ത CCTV വിഷ്വൽസ് ഇരുന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹണ്ടിങ്ങിന്റെ ആ സമയത്തൊക്കെ സീനുകളൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സൗണ്ട് എഫക്റ്റ് ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മളെ പേടിപ്പിക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ കഥ മോശമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പിടിച്ചിരുത്തുന്ന രീതിയിൽ കഥ പോയിട്ടുണ്ട് അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ. അതിനുശേഷം അവര് ഒരു ദിവസം ഈ ഹണ്ടിങ്ങിന് പോയ ടീംസ് 2 പാർട്ടായിട്ട് തിരിയുന്നു, 2 ടീമായിട്ട് തിരിയുന്നു, ടാസ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഓരോരുത്തരായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. പിറ്റേ ദിവസം 2ാമത്തെ രാത്രി തൊട്ടിട്ട് അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പൊ അതിനിടയിൽ വീണ്ടും സംഭാഷണം, മാലാപാർവതി എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ കിഷോർ എന്ന് പറയുന്ന കഥാപാത്രം മാലാപാർവതിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ ദ്വീപിലെ ഒരു കഥ മാലാപാർവതി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ രതിയുടെയും പകയുടെയും ഒരു ദ്വീപായിട്ടാണ് ആ ദ്വീപിനെ അറിയപ്പെടുന്നത്. ഏത് ദ്വീപ്? ഇവർ ഹണ്ടിങ്ങിന് പോയ ഈ 6 പേര് കൊല ചെയ്യപ്പെട്ട ആ ബിഗ് ബോസ് പോലെ ആ മത്സരം നടന്ന, ആ ഹണ്ടിങ് മത്സരം നടന്ന ആ ദ്വീപ്. അപ്പൊ കുലശേഖരൻ എന്ന് പറയുന്ന ഒരു സവർണ ജന്മി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് നാട്ടിലുള്ള സുന്ദരികളായ സ്ത്രീകളൊക്കെ വളരെ താല്പര്യമാണ്. അപ്പൊ അവിടെ നാട്ടിൽ കണ്ട ഒരു സ്ത്രീയെ ഇയാൾ 2ാം ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ ഇയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ലൈംഗികമായ പ്രശ്നങ്ങൾ, സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റായിക്കൊണ്ട് 2ാം ഭാര്യയെ പുറത്തേക്ക് ഇറക്കാതെ വീടിനുള്ളിൽ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ തെയ്യം കെട്ടാനായിട്ട് താഴ്ന്ന ജാതിക്കാരനായ ഒരു വ്യക്തി വരുന്നത്. ഈ തെയ്യം കെട്ടുന്ന വ്യക്തിയുമായി ഈ 2ാം ഭാര്യയ്ക്ക് ഇഷ്ടം തോന്നുകയും അവർ തമ്മിൽ ബന്ധപ്പെടുകയും അത് ഈ വ്യക്തി ഈ കുലശേഖരൻ എന്ന് പറയുന്ന ജന്മി കണ്ടുവരികയും പിറ്റേ ദിവസം തെയ്യം കെട്ടുന്ന സമയത്ത് ഈ സ്ത്രീയെ കാണുമ്പോൾ അദ്ദേഹത്തിന് മനസ്സ് ചഞ്ചലപ്പെടുകയും ഈ ജന്മിയുടെ ഗുണ്ടകളെ ഇദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആരെ? ഈ തെയ്യം കെട്ടിയ ഈ താഴ്ന്ന ജാതിക്കാരൻ. അവന്റെ പ്രാതത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സരാർത്ഥികളായി വന്ന അവര് ആ ബന്ധിച്ച അവിടെയൊക്കെ തപ്പിത്തടഞ്ഞിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രേതമാണ് ഇവരെ എല്ലാവരെയും കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ അവിടെ ഒക്കെ വരെ നമുക്ക് തർക്കേടില്ലാണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ആണ് ഈ കഥ കേട്ടതിന് ശേഷം ഇവര് ശ്രുതി മേനോനും കിഷോറിന്റെ അസിസ്റ്റന്റും കൂടി വീണ്ടും ഒരു ദിവസം ഈ കൊല നടന്ന ആ സ്ഥലത്തേക്ക്, ആ കൊട്ടാരത്തെ, ആ വീട് പോലുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ചിട്ട് ചില അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. ആദ്യം അനുഭവം എന്ന് വെച്ചാൽ തെയ്യത്തിന്റെ കാൽച്ചിലമ്പുകൾ കേൾക്കുകയാണ്. അതിനുശേഷം ഇവര് ശ്രുതി മേനോന്റെ ദേഹത്തിലേക്ക് പ്രാതം കയറുകയും ചില സംഭാഷണങ്ങളും ചില പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കിഷോറിന്റെ മേലേക്കും പ്രേതം വരുന്നു. എന്നിട്ട് അസിസ്റ്റന്റിനെ കിഷോർ കൊല്ലുകയും തിരിച്ചു വരുന്ന വഴിയിൽ ശ്രുതി മേനോനും ഈ കിഷോറും കൂടി പുഴയിലേക്ക് വണ്ടി ഓടിച്ച് വീഴുകയാണ് ഇതിന്റെ ഒരു ക്ലൈമാക്സ്. അപ്പൊ ഈ ക്ലൈമാക്സ് കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതില് മണിച്ചിത്രത്താഴിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് അവിടെ ഒരു പ്രേതത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കാനായിട്ട് ചിലര് മന്ത്രവാദിനെ തേടി പോവുകയും സുരേഷ് ഗോപി നമ്മുടെ മോഹൻലാലിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ മോഹൻലാൽ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ മോഹൻലാൽ വന്നു കഴിയുമ്പോൾ മോഹൻലാൽ മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിക്കുക. കൃത്രിമമായിട്ട് ഒരു രോഗിയെ അവിടെ സൃഷ്ടിക്കുന്നത് അത് നമ്മുടെ വിനയപ്രസാദനാണ്. അപ്പൊ നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് വിനയപ്രസാദിന്റെ ചില രംഗങ്ങളും അയാൾ അടുക്കളയിൽ വേലക്കാരിയായിട്ട് സംസാരിക്കുകയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വിനയപ്രസാദ് തന്നെയാണ് യഥാർത്ഥത്തിൽ രോഗി, അല്ലെങ്കിൽ അവിടുത്തെ രോഗി എന്ന് നമുക്ക് തോന്നും. പക്ഷെ പിന്നെ ചൊല്ലും തോറും മോഹൻലാൽ പിന്നെ കുറെ കഴിയുമ്പോൾ പറയുന്നുണ്ട് ശോഭനയ്ക്കാണ് ആ പ്രശ്നം എന്നുള്ളത്. എന്നിട്ട് അത് സൊല്യൂഷൻ കണ്ടെത്തി അതിന് ചെയ്തു കൊടുത്തു ഒരു നല്ലൊരു ക്ലൈമാക്സ് ആയിട്ട് അത് മാറുകയാണ്. പക്ഷെ അതിലത്തെ ക്ലൈമാക്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. സപ്പോസ് ഇങ്ങനെ വിചാരിക്കൂ, അതായത് ശോഭനയ്ക്ക് രോഗം ഭേദപ്പെടുത്താനായിട്ട് മോഹൻലാൽ ചെല്ലുകയും മോഹൻലാലിനും കൂടി ആ രോഗം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? അതുപോലെയാണ് ഈ വടക്കൻ എന്ന് പറയുന്ന
ആ സിനിമയിൽ സംഭവിച്ച കാര്യം. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു കാരണം എന്ന് വെച്ചാൽ പാരാസൈക്കോളജിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തി അവിടെ പോയിട്ട് പുള്ളിക്കും ഒരു പ്രേതബാധ ഏൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ ഒരു പ്രേക്ഷകനെ കളിയാക്കുന്ന പോലെയാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഒരു നല്ല ക്ലൈമാക്സ് അല്ല അവിടെ വന്നിട്ടുള്ള ആ സിനിമയ്ക്ക്. അപ്പൊ അവിടെ ഒരു നല്ല ക്ലൈമാക്സും കൂടി, അതായത് ആദ്യ ഭാഗമൊക്കെ കുറച്ച് ഇടച്ചിലുണ്ട് ഈ സിനിമയ്ക്ക്. അതിനുശേഷം ഇവരുടെ ആ ഹണ്ടിങ് ആ സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പുള്ളി വരികയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ പുള്ളിക്കും പ്രേതബാധ ഏൽക്കുകയും പുള്ളി ആ വണ്ടി ഓടിച്ചിട്ട് പുള്ളിയായിട്ട് പുഴയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെറിയ കുട്ടി വന്നിട്ട് ആ കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അത് നമുക്ക് പ്രേക്ഷകന് അവിടെ ഗ്രഹസ്ഥമായിട്ടില്ല, പ്രേക്ഷകന് പൂർണ്ണമായിട്ടും തൃപ്തി വരുന്നില്ല അത് കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ എന്താണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ക്ലൈമാക്സ് ആണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം, പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അതായത് നമ്മളിവിടെ 6 പേര് കൊല ചെയ്യപ്പെട്ടു, അത് ഓക്കെയാണ്. അതിനുശേഷം ഈ പുള്ളിക്കാരൻ ഇത് അന്വേഷിക്കാനായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ചുറ്റുപാടും ഇതൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് തോന്നുകയാണ് ഇതൊരു പ്രേതത്തിന്റെ കൊല ആയിട്ടല്ല, ഒരു മനുഷ്യൻ ചെയ്ത കൊലയായിട്ടാണ് പുള്ളിക്കാരന് അത് തോന്നുന്നത്, ഒരു മനുഷ്യൻ ചെയ്ത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് CCTV വീണ്ടും പുള്ളി നോക്കുമ്പോൾ അതിൽ CCTVയിൽ ഒരു വ്യക്തി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് അതിൽ സ്വാഭാവികമായിട്ട് പതിയുന്നതായിട്ട് ഈ കിഷോർ എന്ന വ്യക്തി കാണണം. എന്നിട്ട് അന്വേഷണം വീണ്ടും പോകുമ്പോൾ വീണ്ടും CCTV വീണ്ടും എടുത്ത് പരിശോധിക്കുമ്പോൾ അപ്പൊ അതിൽ കൊലയാളി എന്ന് പറയുന്നത് ഈ വ്യക്തികൾ ഇത് നടത്തുന്ന ടീമുണ്ടല്ലോ, ഈ ഹണ്ടിങ് ഇവരെ നടത്തുന്ന ടീം, അവര് എല്ലാതും CCTV വെച്ചിട്ട് നോക്കുന്നുണ്ട്. അതിൽ ഒരാളായിരിക്കണം ഈ കൊലയാളിയായിട്ട് മാറേണ്ടത്. ഇവരെ 6 പേരെ കൊന്നത് അതായിരിക്കണം, ആ കൊലയാളി ആയിരിക്കണം. അതിൽ കാരണം എന്ത്, ഇതില് ആ കൊലയാളിയെ ഉപദ്രവിച്ച ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ. എന്നിട്ട് ആ മന്ത്രിയുടെയോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെയോ മകനോ മകളോ ആയിരിക്കണം ഇതിലെ ഒരു മത്സരാർത്ഥി. അപ്പൊ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ കൊലയാളി ഇവരെ കൊല്ലേണ്ടത്. അങ്ങനെ ആ കൊലയാളിയെ ഈ കിഷോർ എന്ന വ്യക്തി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇവര് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ സിനിമ നന്നായിട്ട് വിജയിച്ചേനെ. കാരണം അപ്പൊ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ ഇതിലൊരു ട്വിസ്റ്റ് നമുക്കില്ല. ഇങ്ങനെ കണ്ടെത്തുന്നു, അയാൾ പ്രേതബാധ ഏൽക്കുന്നു, നമ്മളിങ്ങനെ ഒരു പൊട്ടം കളിച്ച പോലെ, നമ്മളൊരു പൊട്ടനാക്കിയ പോലെ നമുക്ക് തോന്നാം സിനിമ കണ്ടാൽ. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഒരു ട്വിസ്റ്റ് പുള്ളി കാണുന്നു, അങ്ങനെ കൊലയാളി ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു, ഇവരിൽ തന്നെ ഉണ്ടാകുന്നു. എങ്ങനെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇവരിൽ ഉള്ള കൊലയാളിയെ പിടിക്കുന്നു. അങ്ങനെയാണ് അയാളുടെ ബാക്ക് സ്റ്റോറി. അപ്പൊ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, കൊലയാളിക്ക് കൊല ചെയ്യാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവണ്ടേ, ഒരു റീസൺ ഉണ്ടാവണം എന്തുകൊണ്ട് കൊല ചെയ്തു. അപ്പൊ ഇതിലത്തെ ഒരു മത്സരാർത്ഥിയുടെ ഒന്നില്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ ഒരു നല്ല വലിയ പോലീസ് ഓഫീസറിന്റെ മകനോ മകളോ ഇതിലുണ്ടായിരിക്കണം. അവരെ കൊല്ലാനായിട്ടായിരിക്കണം ഈ കൊലയാളി വന്നത്. അപ്പൊ ഈ പോലീസ് ഓഫീസറോടുള്ള പകയായിരിക്കണം ഇതിന് കൊല്ലാനുള്ള ഒരു റീസൺ. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിൽ വെച്ചിട്ട് ആ കൊലയാളിയെ പിടിച്ചിരുന്നെങ്കിൽ കഥ കുറച്ചും കൂടിയും പ്രേക്ഷകർ സ്വീകരിച്ചാണ്. അപ്പൊ ഒരു ത്രിൽ, ആരാണ് കൊല ചെയ്തത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ജനിപ്പിക്കാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞാണ്. അങ്ങനെ വന്നിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ കുറച്ചും കൂടി ആളുകൾ കണ്ട് സിനിമ ഒരു സാമ്പത്തിക വിജയം നേടിയാണ്. അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു വലിയ നല്ലൊരു ക്ലൈമാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ഈ സിനിമ ഒരു പരാജയമായിട്ട് മാറിയത് എന്നാണ് എന്നിലെ പ്രേക്ഷകൻ മനസ്സിലാക്കിയത്. അപ്പോൾ വടക്കൻ എന്ന സിനിമയെ കുറിച്ച് ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് എത്ര പേർക്കും ഇത് എന്നോട് യോജിക്കാൻ കഴിയുമെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ എന്നിലെ പ്രേക്ഷകന് ഇത് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ക്ലൈമാക്സ് മോശം അല്ലെങ്കിൽ ഒരു പടം മോശമായി എന്തുകൊണ്ട് വിജയിച്ചില്ല, അതിന്റെ ക്ലൈമാക്സോ അല്ലെങ്കിൽ ചില രംഗങ്ങളോ മാറ്റി കഴിഞ്ഞാൽ വിജയിച്ചേനെ എന്നില് എൻ്റെ പ്രേക്ഷകന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.